ഹലോ വെൽക്കം ടു റിഡ് ഷോർട്ട് ടോക്സ്. സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഈ കുറിപ്പുകളിലെ വ്യാപാര മനഃശാസ്ത്രം, വിജയത്തിലേക്കുള്ള പാത, അതിലൂടെ ഒന്ന് ആഴത്തിൽ പോകുകയാണ്. ട്രേഡിംഗില് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനം ഒരു സ്ട്രാറ്റജിയോ ഇൻഡിക്കേറ്ററോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ പിടിക്കുന്നതാണ്, അതിനെ നിയന്ത്രിക്കുന്നതാണെന്നാണ് ഈ കുറിപ്പുകൾ ശരിക്കും അടിവരയിട്ട് പറയുന്നത്. അതെ അതെ, ഇതൊരു രസകരമായൊരു ചിന്തയാണ്. അതെ, നമുക്കിതിലേക്കൊന്ന് കടന്നാലോ? തീർച്ചയായും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം ഈ മാനസികമായ ഒരു കരുത്ത്, ഒരു നിയന്ത്രണം, അതാണ് വിജയത്തിന് ശരിക്കും വേണ്ടത്. ശരി. ലാഭം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോയിന്റ്. അതെ, നിങ്ങളുടെ ഈ പ്രതികരണങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് ഭാവിയെ അങ്ങ് രൂപപ്പെടുത്തുന്നത്. ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഈ കുറിപ്പുകൾ പറയുന്ന കാര്യങ്ങൾ അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. നഷ്ടങ്ങൾ ട്രേഡിംഗിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കണം, അതിനോട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവരുത് എന്നൊക്കെ പറയുന്നു. അതെ, നഷ്ടപ്പെട്ട പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു വാശിയോടെയുള്ള ട്രേഡിംഗ്, അതായത് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയില്ലേ, അത് ഒഴിവാക്കണമെന്നും പറയുന്നു. അതെ. എന്തുകൊണ്ടാണ് ഈ റിവെഞ്ച് ട്രേഡിംഗ് ഇത്ര അപകടമെന്ന് പറയുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് യുക്തിയല്ല, അല്ല, പകരം ആ നഷ്ടം വന്നതിലുള്ള ദേഷ്യം അല്ലെങ്കിൽ നിരാശ, അങ്ങനെയുള്ള വികാരങ്ങളായിരിക്കും മുൻപിൽ. ശരിയാണ്. അപ്പോൾ അത്തരം വികാരങ്ങളുടെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ അത് മിക്കവാറും കൂടുതൽ വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. ഈ കുറിപ്പുകൾ പറയുന്നൊരു പ്രധാന കാര്യം, ആ നഷ്ടത്തെ നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചെലവായിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ഫീസായിട്ട് കാണാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറുന്നത് എന്നാണ്. നഷ്ടം വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയാണോ, അതോ വീണ്ടും ഒരു ചൂതാട്ടം പോലെ കളിക്കുകയാണോ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പം നഷ്ടങ്ങളൊരു പാഠമാണ്, ശരി. പക്ഷെ വിജയങ്ങളുടെ കാര്യമോ? ലാഭം കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുന്നത് നല്ലതല്ലേ? അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. ഈ കുറിപ്പുകൾ പറയുന്നൊരു മുന്നറിയിപ്പ് എന്താന്ന് വെച്ചാൽ, ഒന്നോ രണ്ടോ ട്രേഡ് വിജയിച്ചെന്ന് കരുതി ഞാൻ ഈ മാർക്കറ്റ് മുഴുവൻ പിടിച്ചടക്കി എന്നൊരു തോന്നല് വരാൻ പാടില്ല. അതെ, ഇത് എപ്പോഴും ഒരു വിനയത്തോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഈ ഒരു വികാരങ്ങളുടെ കയറ്റിറക്കങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അപ്പോഴാണ് ചിട്ടയുടെ കാര്യം വരുന്നതല്ലേ? അതെ, അച്ചടക്കം. ദിവസവും സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഈ കുറിപ്പുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തില്, ഞാൻ എന്റെ യുക്തി വെച്ചാണോ അതോ വികാരം വെച്ചാണോ ട്രേഡ് ചെയ്യുന്നത്? ഞാൻ എന്റെ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെത്രത്തോളം പ്രാക്ടിക്കലാണ്? നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ എളുപ്പമല്ലേ? സാധ്യതയുണ്ട്, തീർച്ചയായും. പക്ഷെ ഈ ചോദ്യങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 100% സത്യസന്ധമായി ഉത്തരം പറയണം എന്നതിനേക്കാൾ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക എന്നതാണ്. ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി അത് അതുപോലെ പിന്തുടരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ വികാരങ്ങൾ എപ്പോഴും അതിനിടയിൽ കയറി വരാൻ ശ്രമിക്കും. ശരിയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരു കണ്ണാടി പോലെയാണ്. എന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്റെ പ്ലാനിന്റെ ഭാഗമാണോ, അതോ എന്റെ പേടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ആർത്തിയോ, അതുകൊണ്ടാണോ ഞാൻ ഈ ട്രേഡ് എടുക്കുന്നത് എന്ന് സ്വയം ചോദിക്കാൻ ഇത് സഹായിക്കും. ഇതൊരു അച്ചടക്കം വളർത്താനുള്ളൊരു എക്സസൈസ് പോലെ കാണാം. ഒരു പ്രോസസ്സിനെ പിന്തുടരുക എന്നത് പ്രധാനമാണ്, അല്ലാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ളൊരു സ്വപ്നത്തെ മാത്രമല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ട്രേഡിംഗിലെ വിജയത്തിന് സമയം വേണം, കുറച്ച് അനുഭവപരിചയം വേണം, പിന്നെ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ പോലെ വൈകാരികമായ ഒരു നിയന്ത്രണം വേണം. അതെ, സ്ഥിരതയ്ക്ക് വേണ്ടി ശ്രമിക്കുക, എല്ലാ ട്രേഡും ശരിയാവണം എന്നല്ല, റിസ്ക് ശ്രദ്ധിക്കുക, ലാഭം മാത്രം നോക്കാതിരിക്കുക, ഒരു കൃത്യമായ വഴി പിന്തുടരുക. ഇതിൽ നഷ്ടങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, വിജയങ്ങൾ നമ്മളെ നിർവചിക്കുന്നില്ല. അച്ചടക്കം നമ്മളെ രക്ഷിക്കുന്നു, ക്ഷമ നമ്മളെ പടുത്തുയർത്തുന്നു. അങ്ങനെ പറയാമല്ലേ? വളരെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ആത്യന്തികമായി ഈ കുറിപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷേ ഇതായിരിക്കും: നിങ്ങളുടെ പോർട്ട്ഫോളിയോ വളർത്തുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വളർത്തുക, അതിന് പാകപ്പെടുത്തുക. ശരിയാണ്. നഷ്ടങ്ങൾ, വിജയങ്ങൾ, അച്ചടക്കം, ക്ഷമ, ഇതെല്ലാം ഈ ഒരു മാനസിക തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്.
ഈ ഘടകങ്ങളെയെല്ലാം ശരിയായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നിടത്താണ് ശരിക്കുള്ള ഒരു ട്രേഡിംഗ് വൈദഗ്ധ്യമിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് വിജയത്തിന്റെ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലെ ചാർട്ടുകളിലോ ഇൻഡിക്കേറ്ററുകളിലോ അല്ല. അല്ല, മറിച്ച് നിങ്ങളുടെ തലയ്ക്കകത്താണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലും ഒരു പ്ലാനും അച്ചടക്കവും പിന്തുടരുന്നതിലുമാണ് കാര്യമെന്ന് ഈ കുറിപ്പുകൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും. ഈ ആശയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരും. അതൊരുപക്ഷെ കേൾക്കുന്നവർക്കും സ്വയം ചോദിക്കാവുന്നതാണ്. എന്താണത്? അതായത്, ഈ ട്രേഡിംഗിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ മറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ യുക്തിയും വികാരവും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ടല്ലോ, അത് നിങ്ങൾ വ്യക്തിപരമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതൊരു നല്ല ചിന്തയാണ്. അതൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ പല പുതിയ ഉൾക്കാഴ്ചകളും തന്നേക്കാം. വ്യാപാര മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ കുറിപ്പുകളിലെ വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഇന്നത്തെ നമ്മുടെ ഈ ഒരു അന്വേഷണം ഇവിടെ നിർത്തുകയാണ്. സന്തോഷം.